ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു. ഷഹബാസ് എന്ന പേരുകാരനാണ് മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ന്യൂസ് മീഡിയ ഒക്കെ ഈ വ്യക്തിയെ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മരണപ്പെട്ടു, അതിൽ സങ്കടമുണ്ട്. എന്നിരുന്നാലും ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പേരിലും 100% തെറ്റുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവണം. ഈ കാര്യം നടക്കുന്നത് ഞായറാഴ്ചയാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഫെയർവെൽ പാർട്ടി, അതായത് സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നമല്ല, ട്യൂഷൻ സെന്ററിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. ട്യൂഷൻ സെന്ററിലെ ഒരു ഫെയർവെൽ പാർട്ടിയിൽ ഏതാനും ചില വിദ്യാർത്ഥികൾ ഒരു പ്രോഗ്രാമിൽ കൂവുകയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷമാണ്. അതായത് രണ്ട് സ്കൂളിലെ കുട്ടികൾ ചേരി തിരിഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പ്രശ്നം ഉള്ള സമയത്ത് ഞായറാഴ്ച ഈ ഒരു ഷഹബാസ് എന്ന വിദ്യാർത്ഥി അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഷഹബാസ് ആ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയേ അല്ല. ആ ഒരു പ്രശ്നം കഴിഞ്ഞു പിറ്റത്തെ ദിവസം വീണ്ടും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഷഹബാസിന്റെ സഹപാഠികൾ, സ്കൂളിലെ സഹപാഠികൾ ഇവനെയും കൂട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഇവർക്ക് തീർച്ചയായും അറിയാമായിരുന്നു ഇവനൊരു തല്ലുണ്ടാക്കാൻ പോകുന്നതാണ്, ഒരു പ്രശ്നത്തിന് പോകുന്നതാണ് എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് അറിയാതെ നടന്ന ഒരു കാര്യമൊന്നുമല്ല. 100% അവന്റെ അറിവോട് കൂടിയാണ് ഈ പ്രശ്നത്തിലേക്ക് അവൻ തലയിട്ടിട്ടുള്ളത്. അതിനുശേഷവും സംഘർഷം തുടരുന്നുണ്ടായിരുന്നു. മെയിൻലി ഞായറാഴ്ച കഴിഞ്ഞിട്ടും അതിലൊക്കെ ഷഹബാസ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല, സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സിൽ അതിലും ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ അയച്ച് കൊലവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഷഹബാസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ എവിടെ പോയെന്നാലും നിന്നെ കൊന്നിരിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കൂട്ടത്തല്ലായത് കൊണ്ട് തന്നെ പോലീസിന് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് വരെ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ പോലും പോലീസിന് കേസെടുക്കാൻ പറ്റില്ല എന്നൊരു കാര്യം എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ വ്യാഴാഴ്ചയാണ് ഈ പറഞ്ഞ വിദ്യാർത്ഥി ഷഹബാസിന് നല്ല തരത്തിലുള്ള ഒരു അടി കിട്ടുന്നത്. പക്ഷെങ്കിൽ പുറത്തൊന്നും കാണാനില്ലായിരുന്നു. എന്നാൽ അകത്ത് നല്ല തരത്തിലുള്ള ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹോസ്പിറ്റലാവുകയും അതിനെ തുടർന്ന് പിന്നെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥി. അത് മാത്രമല്ല, ഈ സംഘർഷം നടന്നതിന് ശേഷം ഈ പറയുന്ന വിദ്യാർത്ഥികൾ ഈ ഷഹബാസിനടക്കം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പറ്റിപ്പോയതാണ്, ആ ഒരു ചോരത്തളപ്പിൽ നടന്നു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലത്തെ രീതിയിലുള്ള ഒരുപാട് മെസ്സേജസ് ഷഹബാസിന് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പ്രതികൾ എന്ന് പറയുന്ന വ്യക്തി. പ്രതികൾ എന്ന് പറയുമ്പോൾ അവരെ മാത്രം പറയാൻ പറ്റില്ല. ഷഹബാസും ഒരു തരത്തിൽ പ്രതി തന്നെയാണ്. കാരണം അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പം ആ പങ്കെടുത്ത എല്ലാവരും ക്രിമിനൽസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പറയുന്നതിന് സങ്കടമുണ്ടെങ്കിലും, കാരണം കുട്ടികളാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ക്രിമിനൽസ് ആണെന്ന് പറയുന്നതിന് സങ്കടമുണ്ട്. പക്ഷെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയണം, സൊസൈറ്റിയിൽ ഒരുപാട് ഇപ്പോൾ സ്കൂൾ കുട്ടികളിൽ, പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളിൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ അധികരിച്ചു വരുന്നുണ്ട്. ഒരു സ്കൂളിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റു സ്കൂൾ അതിനെ അനുകരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് തന്നെ ഒരാഴ്ചന്റെ ഉള്ളിൽ, ഇത് ആൺകുട്ടികളിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഈ ഒരാഴ്ചന്റെ ഉള്ളിലായിട്ട് ഒരു സ്കൂളിന്റെ നെയിം എനിക്ക് ഓർമ്മയില്ല, ആ ഒരു സ്കൂളിൽ പെൺകുട്ടികൾ തമ്മിൽ ഇതേപോലെ സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ വലിയൊരു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നടന്നില്ലെങ്കിലും സംഘർഷം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് സിനിമാസ് തന്നെയാണ് എന്ന് പറയണം. ഒരു 50% സിനിമാസ് ആണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ജീവിക്കുന്നത് റിയൽ വേൾഡിലല്ല, റിയൽ വേൾഡിലാണ്, റീൽസിന്റെ വേൾഡിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുഴുവൻ സമയവും ഇവരുടെ കയ്യിൽ മൊബൈലാണ്. മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ ആയിട്ട് ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, കുറെ മൂവീസ് ഉണ്ട്. മൂവീസിൽ കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് ഒക്കെ കാണിക്കുമ്പോൾ ഒരു തല്ലില്ലാത്ത ഒരു മൂവീസ് ഇല്ല. എങ്ങനെയാലും ഒരു സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ മൂവീസിൽ. എന്നാൽ അതിനുശേഷം ഇതിൽ നായകനോ വലിയൊരു പൊസിഷനിൽ എത്തുകയും ചെയ്യും. ഇതിലൂടെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജസ് ആണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമൂലമാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഈ തല്ലിന്റെ സീക്വൻസസ്, ആ സീനൊക്കെ ഗ്ലോറിഫൈ ചെയ്തിട്ട് റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ട് വലിയ തരത്തിലുള്ള വൈറലാക്കി കുട്ടികളിൽ ഇത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇതിനൊരു കാരണമാണ്. കാരണം കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മൊബൈൽ ഫോണാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായി കഴിഞ്ഞാൽ, അതായത് ഒരു തല്ലുന്നില്ലെങ്കിൽ സ്കൂൾ ലൈഫ് ഇല്ല, കോളേജ് ലൈഫ് ഇല്ല എന്നൊരു മെന്റാലിറ്റിയിൽ കുട്ടികൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് റീസെന്റ് ഒരു വർഷത്തിനുള്ളിൽ എടുത്തിട്ടുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ സ്കൂളുകളിൽ, നമ്മളെ നിയറസ്റ്റ് സ്കൂൾ ഉണ്ടാവും, ഇത്രയും കാലം ശാന്തമായിട്ട് പോകുന്ന സ്കൂളായിരിക്കും. പക്ഷെങ്കിൽ ഇപ്പോൾ 1-2 കൊല്ലത്തിന്റെ ഉള്ളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ സ്കൂളുകളിലും ഇതേപോലത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിന്റെ അകത്ത് മാത്രമല്ല, സ്കൂളിന് വെളിയിലും, അതായത്
നാട്ടുകാർ വരെ പിടിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഒരുപാട് സ്കൂളുകളുടെ അവസ്ഥ. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം ടീച്ചേഴ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു, കാരണം ഒരു അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമാണ് അവിടെ. പക്ഷെങ്കിൽ ഇപ്പോഴങ്ങനല്ല, അടിക്കാൻ പറ്റില്ല. അടിച്ചു കഴിഞ്ഞാൽ പാരന്റ്സ് വരും ചോദിക്കാൻ വേണ്ടി. അത് പിന്നെ വലിയൊരു പ്രശ്നമായി ഗുരുനാഥന്റെ, അതായത് ഈ ടീച്ചറിന്റെ പേരിലാവും മുഴുവൻ പ്രശ്നവും. ആ ടീച്ചർ ഫേസ് ചെയ്യേണ്ട വരും എല്ലാ പ്രശ്നവും. ഒരുപക്ഷെ കേസ് വരെ കൊടുത്തിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇനി പോലീസ് നോക്കിയാലോ, പോലീസ് പിടിച്ചിട്ട് ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, പോലീസിന് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസിന്റെ പണിയും പോയി. അതുകൊണ്ട് തന്നെ പോലീസും കാര്യമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിർത്തലാക്കുക തന്നെ ചെയ്യണം. കാരണം ഓരോ ദിവസം കഴിയുന്നതിന് ഓരോ സ്കൂളുകളിൽ, ഒരുപക്ഷെ ഒരു സ്കൂളിൽ തന്നെ ആഴ്ചയിൽ 1 ഉം 2 ഉം തല്ലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ സൊസൈറ്റി അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു കളിതമാശയാക്കിയിട്ടാണ് കുട്ടികൾ എടുക്കുന്നത്. കുട്ടികൾക്കുള്ള വേറൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ന്യൂസസ് കാണുന്നില്ല എന്നുള്ള കാര്യമാണ്. നാട്ടിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ലോകത്ത് എന്താണ് നടക്കുന്നത്, നമ്മളെ രാജ്യത്ത് എന്താണ് നടക്കുന്നത്, നമ്മളെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്, എന്തിനു പറയുന്നു, അവന്റെ ഒക്കെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അവൻ അറിയുന്നില്ല. കാരണം മൊബൈലും വെച്ചിട്ട് ഇരിക്കുകയാണ്, വേറെ ഒന്നും ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ്. സ്വന്തം വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു പക്ഷേ ആ കുട്ടികൾക്ക് അറിയുന്നില്ല, മൊബൈലിൽ കളിക്കുന്നതുകൊണ്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ കോമന്റ് ചെയ്യുക. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കുക. അത് ആണ് പെണ്ണെന്നൊന്നുമില്ല, എല്ലാവർക്കും, സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് സ്കൂൾ അധികൃതർ മുന്നോട്ട് വന്നേ പറ്റൂ. ആ കാരണം കണ്ടെത്തിയതിനു ശേഷം ആ കാരണത്തിന് എങ്ങനെ സൊല്യൂഷൻ കാണാം എന്നുള്ളൊരു കാര്യം, അതിന് സൊല്യൂഷൻ കണ്ടെത്തി ആ പ്രശ്നം ഒഴിവാക്കിയാൽ മാത്രമേ. കാരണം ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഈ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും അല്ലെങ്കിൽ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, കോളേജിലാവട്ടെ ഏത് കുട്ടികളാവട്ടെ, കുട്ടികൾ എന്ന് പറയുന്നത് അടുത്ത തലമുറയാണ്. അവർ വഴി തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സൊസൈറ്റി തന്നെ, ആ സമൂഹം തന്നെ വഴിതെറ്റി പോകും. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ തന്നെ എടുത്ത് കളയേണ്ട ഒരു കാര്യമാണ്. അതിന് സ്കൂളും ഗവൺമെന്റും സൊസൈറ്റിയും നാട്ടുകാരും എല്ലാവരും ഒറ്റ പാരന്റ്സ് അടക്കം ഒറ്റക്കെട്ടായി മുന്നോട്ട് നിന്നാലേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നല്ലൊരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായി, ജാതിയോ മതമോ ജെൻഡറോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോവുക, ഈ ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.